ഹായ് ചങ്കളെ, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിന്നേ ഒരു കാര്യം പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് വീഡിയോസ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് എന്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. അവളുടെ ഹസ്ബൻഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആള് ഈയിടെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഒരു സ്കൂളിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു സാധനമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, ഇതൊന്നും നിഷാദ് നീ പരിചയപ്പെടുത്തണം, കാരണം ഇത് വളരെ ഉപകാരമായിരിക്കും മറ്റുള്ളവർക്ക് ഇത് ഒരു മനസ്സിലാക്കി കഴിഞ്ഞാൽ. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കളായിക്കോട്ടെ പലതരത്തിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പേടിയാണല്ലേ. പല ഭാഗത്തു നിന്നാണ് അവരെങ്ങനെ പിടിക്കാനായിട്ട് ആൾക്കാർ ഇങ്ങനെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നത്, പലതരത്തിൽ അവരെ നശിപ്പിക്കാനായിട്ട്. ഇപ്പോൾ പുതുതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നിങ്ങളൊക്കെ കണ്ടിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാര്യം എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മളുടെ ആ ഒരു ഐറ്റം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിന്റെ മുമ്പ്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ കണ്ടവരുണ്ടായിരിക്കട്ടാ. എനിക്ക് അത് ഞാൻ ഉറപ്പ് പറയുന്നില്ല. വേപ്പ്, ഇതിനെങ്ങനെയാണെന്നാണ് പേര് പറയാം. ഇത് നമുക്ക് ഇലക്ട്രോണിക് സിഗരറ്റ് ആണ്. ഈ ഒരു സിഗരറ്റ് ഇത് നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നൊക്കെ വേറെ എന്തോ ഫിസലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നൊക്കെ വിചാരിക്കില്ല. ഒരു കൗതുകമൊക്കെ തോന്നി ഈ സാധനം കാണുമ്പോൾ. പക്ഷെ ഈ ഒരു സിഗരറ്റ് ഇത് നമുക്ക് ഒരു വലിച്ചു കഴിഞ്ഞാൽ ഒരു 10 മടങ്ങ് നമ്മുടെ സാധാ സിഗരറ്റ് വലിക്കുന്ന ഒരു ദോഷം ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാനും ചോദിച്ചു മനസ്സിലാക്കിയാണ്. കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ഞാൻ അങ്ങനെ കറക്റ്റ് ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷെ അത് പറഞ്ഞ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു തന്നൊരു കാര്യമാണ് കേട്ടോ. ഒരു 10 മടങ്ങ് ഇത് വലിച്ചു കഴിഞ്ഞാലോ നമുക്ക് സ്മെല്ലൊന്നും അറിയില്ല. ഇത് 2-3-4 ഫ്ലേവറുകൾ കിട്ടും എന്നാ പറയുന്നത്. സ്ട്രോബെറി, വാനില, അങ്ങനെ പല ഇത് നമ്മള് വായയിൽ നമുക്ക് ഒരു സാധാ സിഗരറ്റ് വലിച്ച ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ എന്തെങ്കിലും ഒരു മുട്ടായിയൊക്കെ തിന്ന ഒരു സ്മെല്ലായിരിക്കും ഇത് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ വരിക. പക്ഷെ ഇത് വളരെ ദോഷം ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ 1000 രൂപ മുതൽ 10,000 രൂപ വരെ വരുന്ന ഇതുപോലത്തെ സിഗരറ്റ് ഉണ്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മക്കളുടെ ഒരു സ്കൂളിലെ ഒരു കുട്ടിന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചെടുത്ത്. അപ്പൊ അവരെത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ മക്കളെ കയ്യിൽ കാണുമ്പോൾ നമുക്കിത് ഒരു നമ്മുടെ മക്കളെ നശിപ്പിക്കുന്ന ഒരു സിഗരറ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാലേ നമുക്ക് അവരോട് ഇത് ബോധിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. കാരണം ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മുടെ മക്കളെ കയ്യിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഇത് പറയുക, ഇതിന്റെ ഒരു ഭവിഷ്യത്ത് പറഞ്ഞ് മനസ്സിലാക്കുക, ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. ഇത് ഇങ്ങനത്തെ ഇത്രയും മോശമായിട്ടുള്ള ഒരു സാധനമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സുകളായിരിക്കും ഇതൊന്ന് വലിച്ചു വെക്കുന്നതുകൊണ്ട് നമുക്ക് തരിക, അവർ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. അപ്പൊ അവർക്കും ഇത് വ്യക്തമായിട്ട് അറിയാത്തത് കാരണം അവരെന്ത് ചെയ്യും, ഒന്ന് വലിച്ചു വെക്കും. ഒരു 4-5 പ്രാവശ്യം അല്ലെങ്കിൽ 2-3 പ്രാവശ്യം ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇതിനോട് ഒരു ഭയങ്കര ഒരു ഇഷ്ടം നമുക്ക് തോന്നുന്ന പറയുന്നത്. പിന്നെ നമുക്കിത് വലിക്കാനുള്ള ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്താൻ കാരണം. ഇതുപോലത്തെ പല ഐറ്റം നമ്മുടെ ഒരു പുറത്തുണ്ട്. പക്ഷെ ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് പുതിയൊരു അറിവാണ്. പിന്നെ അവർ പറയും ചെയ്ത്, എന്റെ ഫ്രണ്ട് പറയും ചെയ്ത് ഇതൊന്ന് പരിചയപ്പെടുത്തണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ മാക്സിമം ഒന്ന് മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇത് മക്കൾക്ക് വീഡിയോസ് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. പല തരത്തിലാണ് നമ്മുടെ മക്കളെ എങ്ങനെ നമ്മൾ അവരെ സൂക്ഷിക്കേണ്ടതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല. സ്കൂളിൽ നമുക്ക് ആ ഒരു ഗേറ്റ് വരെ കൊണ്ടാക്കി കൊടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഉള്ളിലും എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അത്രക്ക് പേടിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക. എല്ലാവർക്കും നല്ലത് പറ്റേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.